കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ്. ഫണ്ട് നേടുന്നതിനുള്ള ചിലവിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നൽകുന്ന റേറ്റാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Cost of capital simply refers to cost of obtaining funds. It is the rate a firm pays to its investors for the use of their money. The cost of capital of a firm is the minimum rate of return expected by investors. It is the payment for the use of capital. അടുത്തത് features of cost of capital. First one, it is not a cost. ഇത് പ്രൊജക്റ്റുകളിൽ ആവശ്യമുള്ള വരുമാനത്തിൻ്റെ നിരക്കാണ്. അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു, ഹർഡിൽ റേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ഓൺ ദി പ്രോജക്ട്സ്, ഹെൻസ് ഇറ്റ് ഈസ് എ ഹർഡിൽ റേറ്റ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം റിക്വയേഴ്സ് ടു ഏൺ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ. ഒരു സ്ഥാപനം അതിൻ്റെ ഇക്വിറ്റി ഷെയറുകളുടെ മാർക്കറ്റ് വാല്യൂ നിലനിർത്തുന്നതിന് നേടേണ്ട ഏറ്റവും കുറഞ്ഞ റിട്ടേൺ നിരക്കാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഇത് ബിസിനസ്സിനും ഫിനാൻഷ്യൽ റിസ്കിനുമുള്ള ഒരു റിവാർഡ്, പ്രതിഫലമാണ്. അപ്പോൾ 3 ഫീച്ചറാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ഓൺ ദി പ്രോജക്റ്റ്, hence it is a hurdle rate. Second പറയുന്നത് it is the minimum rate of return a firm requires to earn in order to maintain the market value of its equity shares. മൂന്നാമത്തത് it is the reward for business and financial risk. അടുത്തത് classification of cost of capital. First one, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നത് ഒരു പ്രൊജക്റ്റിന് ആൾറെഡി ഫിനാൻസ് നൽകിയിട്ടുള്ളതിനെ സൂചിപ്പിക്കുന്ന കോസ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊജക്റ്റിന് ആൾറെഡി ഫിനാൻസ് നൽകിയിട്ടുള്ളതിനെ സൂചിപ്പിക്കുന്നു. മുൻകാല ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്കാക്കുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് വിച്ച് ഹാസ് ആൾറെഡി ബീൻ ഇൻകേർഡ് ഫോർ ഫിനാൻസിങ് എ പ്രോജക്റ്റ്. It is calculated on the basis of past data. Future cost എന്ന് പറയുന്നത് future cost refers to the expected cost of funds to be raised for financing a project. ഒരു പ്രൊജക്റ്റിന് ആവശ്യമായ ഫിനാൻസ് നൽകുന്നതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഫ്യൂച്ചർ കോസ്റ്റ് പറയുന്നത്. ഒരു പ്രൊജക്റ്റിന് ആവശ്യമായ ഫിനാൻസ് നൽകുന്നതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിന് ആൾറെഡി ഫിനാൻസ് നൽകിയിട്ടുണ്ട്, ആ കോസ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിന് ആവശ്യമായ ഫിനാൻസ് നൽകുന്നതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. Specific cost refers to the cost of a specific source of capital such as equity share, preference share, debenture, etc. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ തുടങ്ങിയ ക്യാപിറ്റലിൻ്റെ കോസ്റ്റാണ് സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വാരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നത് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. കമ്പൈൻഡ് കോസ്റ്റാണ് വേരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ തുടങ്ങിയ ക്യാപിറ്റലിൻ്റെ കോസ്റ്റിനാണ് പറയുന്നത് സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വാരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. കോമ്പോസിറ്റ് കോസ്റ്റിന് പറയുന്നു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും പറയുന്നു. അടുത്തത് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്.
Average cost of capital refers to the weighted average cost of capital calculated on the basis of cost of each source of capital, and weights are assigned to them in the ratio of their share to the total capital funds. ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും വിലയുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയ ക്യാപിറ്റലിൻ്റെ ശരാശരി ചെലവ് കണക്കാക്കുകയും ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ടുകളുമായുള്ള അവരുടെ വിഹിതത്തിൻ്റെ അനുപാതത്തിൽ അവർക്ക് നൽകുകയും ചെയ്യുന്നു. അതാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും വിലയുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയ ക്യാപിറ്റലിൻ്റെ ശരാശരി ചെലവ് കണക്കാക്കുകയും ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ടുകളുമായുള്ള അവരുടെ വിഹിതത്തിൻ്റെ അനുപാതത്തിൽ അവർക്ക് നൽകുകയും ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് എൻ എക്സ്ട്രാ ₹1 ഓഫ് ഫിനാൻസ്. അതായത് കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് എൻ എക്സ്ട്രാ ₹1 ഓഫ് ഫിനാൻസ്. സാമ്പത്തികമായി ₹1 അധികമായി ലഭിക്കുന്നതിനുള്ള ചിലവാണ് എന്ത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സാമ്പത്തികമായി ₹1 അധികമായി ലഭിക്കുന്നതിനുള്ള ചിലവ്, അതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് എൻ എക്സ്ട്രാ ₹1 ഓഫ് ഫിനാൻസ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഇക്വേറ്റ്സ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് വിത്ത് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും അതുപോലെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസും തുല്യമാകുന്ന ഒരു ഡിസ്കൗണ്ട് റേറ്റാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസും തുല്യമാക്കുന്ന ഒരു ഡിസ്കൗണ്ട് റേറ്റാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് എ ഫേം പേയ്സ് ഫോർ പ്രൊക്യൂറിങ് ദ ഫിനാൻസ് സംഭരിക്കാൻ കൊടുക്കുന്ന ഒരു എന്താണ് വിച്ച് എ ഫേം പേയ്സ് എ പ്രൊക്യൂറിങ് ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഇറ്റ് ഈസ് ദി ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് എ ഫേം പേയ്സ് ഫോർ പ്രൊക്യൂറിങ് ദ ഫിനാൻസ്. അടുത്തത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Implicit cost of capital refers to the rate of return which can be earned by investing the funds in alternative investments. അതായത് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നേടാനാകുന്ന റിട്ടേൺ നിരക്കിനെ സൂചിപ്പിക്കുന്നതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റുകളിൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നേടാനാകുന്ന റിട്ടേൺ നിരക്കിനെ സൂചിപ്പിക്കുന്നു ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇൻ അതർ വേർഡ് ഇറ്റ് ഈസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിനെന്ത് പറയുന്നു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും പറയുന്നു. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ അറൈസ് ഓൺലി വെൻ ഫണ്ട്സ് ആർ റേസ്ഡ്, ബട്ട് ഇംപ്ലിസിറ്റ് കോസ്റ്റ് അറൈസസ് വെൻ ദേ ആർ യൂസ്ഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നോക്കിയത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ആൾറെഡി ഫിനാൻസ് നൽകിയിട്ടുള്ള അതിനെ സൂചിപ്പിക്കുന്ന കോസ്റ്റാണ്. രണ്ടാമത് പറയുന്നത് ഫ്യൂച്ചർ കോസ്റ്റ്. ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനിയൊരു പ്രൊജക്റ്റ് ആവശ്യമായ ഫിനാൻസ് നൽകുന്നതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഫ്യൂച്ചർ കോസ്റ്റ്. സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ തുടങ്ങിയ ക്യാപിറ്റലിൻ്റെ കോസ്റ്റാണ്. അതുപോലെ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. പിന്നെ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും വിലയുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയ ക്യാപിറ്റലിൻ്റെ ശരാശരി ചെലവ് കണക്കാക്കുകയും ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ടുകളുമായുള്ള അവരുടെ വിഹിതത്തിൻ്റെ അനുപാതത്തിൽ അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് ആവറേജ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി ₹1 അധികമായി ലഭിക്കുന്നതിനുള്ള ചെലവാണ് മാർജിനൽ കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഈച്ച് ക്യാഷ് ഇൻഫ്ലോസും അതുപോലെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഈ ക്യാഷ് ഔട്ട്ഫ്ലോസും തുല്യമാക്കുന്ന ഒരു ഡിസ്കൗണ്ട് റേറ്റാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നേടാനാകുന്ന റിട്ടേൺ നിരക്കിനെ സൂചിപ്പിക്കുന്നു ഇംപ്ലിസിറ്റ് കോസ്റ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് തന്നിരിക്കുന്നത്. താങ്ക് യു.